വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പം ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹോം മെയ്ഡ് സ്പൈസ് പീക്കൻ പംകിൻ എന്ന് പറയുന്ന ഒരു ക്വിക്കായിട്ടുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള മിക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കേക്ക് മിക്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീറ്റ് ഫ്ലോർ ആണ്. സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന മൈദ വെച്ച് അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ വെച്ചാണ്, പക്ഷെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വീറ്റാണ്. സോ അതുകൊണ്ട് ഇത് നല്ലൊരു ഹെൽത്തി ആയിരിക്കും. അതുപോലെ സ്പൈസസ് ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് സിനമണും നട്ട്മെഗും അതുപോലെ തന്നെ ജിഞ്ചറുമാണ്. അതുപോലെ തന്നെ ഇവർ റോസ്റ്റ് ചെയ്തേക്കുന്ന പീക്കൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പംകിൻ്റെ പൗഡറാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഷുഗർ വൈറ്റ് ഷുഗർ അല്ല, അതിന് പകരം ബ്രൗൺ ഷുഗറാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അളവ് വളരെ കുറവാണ് ബ്രൗൺ ഷുഗറിൻ്റെ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു മിക്സാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറുള്ള എഗ്ഗ് ആയിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് റൂം ടെമ്പറേച്ചർ വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. ഇനി നമുക്ക് ആവശ്യം ബട്ടറാണ്. ഞാൻ 100 ഗ്രാമിൻ്റെ 2 ബാർ എടുത്തിട്ടുണ്ട്. അതായത് ടോട്ടൽ 200 ഗ്രാം ബട്ടറാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ആവശ്യമാണ്. ഞാൻ ഇതുപോലത്തെ ലോഫ് പാനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു വലിയ പാത്രം എടുത്ത് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം ഉപയോഗിക്കാൻ വേണ്ടി. ഇനി നമുക്കൊരു വിസ്ക് വെച്ചോ അതോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചോ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഹാൻഡ് മിക്സർ ഉള്ളതാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ ഇല്ലാത്തവർക്ക് ഒരു ഫോർക്ക് ആയാലും മതിയായിരിക്കും. ഞാനിപ്പോഴും വിസ്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഈ മിക്സ് ചെയ്ത ബട്ടറിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടയും ബട്ടറും ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ പൗഡർ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു പകുതി പൗഡർ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ബാച്ച് പൗഡറൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 200 ml വാട്ടർ ആഡ് ചെയ്യാം. നമ്മുടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പാച്ചില വെച്ച് നമ്മുടെ ഈ മിശ്രിതം നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി പരുവത്തിലാണ് നമുക്ക് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് മാറ്റാം. ആദ്യം തന്നെ ഈ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ വെച്ച് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് തടവി കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്കിന്റെ മിക്സ് നമ്മുടെ പാത്രത്തിലേക്ക് ഫുൾ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ സ്പാച്ചില വെച്ച് ആ ബാറ്റർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കാരണം എല്ലാ ഭാഗവും ഒരുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം വേവുകയും മറ്റേ ഭാഗം വേകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ സ്പാച്ചില വെച്ച് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്യണം. കാരണം ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാൻ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ അവൻ ഞാൻ പ്രീഹീറ്റ് ചെയ്തിരുന്നു. ഏകദേശം ഒരു 200 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ഞാനത് പ്രീഹീറ്റ് ചെയ്തത്. ഇനി നമ്മുടെ കേക്കിന്റെ പാൻ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. കെയർഫുള്ളായിട്ട് വെക്കുക, കൈയൊന്നും പൊള്ളാതെ. ഇനി നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഞാൻ 55 മിനിറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ 200 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ 200 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 55 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം എൻ്റെ കേക്ക് ബേക്കാവാൻ തുടങ്ങിയിട്ട് 55 മിനിറ്റ്സ് ആയി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഓക്കെ, തുറന്ന് അത് പുറത്തെടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് അതിൻ്റെ നടുഭാഗത്തേക്ക് നമുക്കൊന്ന് കുത്താം. എന്നിട്ട് ടൂത്ത് പിക്ക് തിരിച്ചെടുക്കുമ്പം അതിനകത്ത് കേക്കിൻ്റെ അംശങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ, അതായത് നല്ല ക്ലീനായിട്ട് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് കൂൾ ചെയ്യാൻ വേണ്ടി ഒരു കൂളിംഗ് റാക്കിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കേക്ക് പാനിൽ നിന്നും മാറ്റിയെടുക്കാം. പതുക്കെ ഇതുപോലെ പാനൊന്ന് മറിച്ചിട്ടാൽ മതിയായിരിക്കും. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നൈഫ് വെച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ കേക്ക്. നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യണം. കാരണം ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ മിക്സാണ്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. കാരണം കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ തന്നെ ഈ കേക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.